ഇത് 5 കിലോ പൂവിന്റെ ഓർഡർ വന്നത് പിച്ച് വെച്ചേക്കുകയാണ്. ഇത് 1.5 കിലോ പൂവിന്റെ ഓർഡർ വന്നത് പിച്ച് വെച്ചേക്കുക. എപ്പോഴൊക്കെ പിച്ച് കൊടുക്കുന്നത്? ഓർഡർ അനുസരിച്ച് ഒരു വൈകിട്ട് വരാമെന്നാ പറഞ്ഞേക്കുന്നത്. രാവിലെയും വൈകിട്ടും? രാവിലെയും വൈകിട്ടും. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബന്ദിപ്പാടത്താണ്. കൊല്ലം ജില്ലയിലെ പവിത്രേശം പഞ്ചായത്തിലെ കാരുവേലിലാണ് ഈ ഒരു അടിപൊളി ഒരു കാഴ്ച കേട്ടോ. എന്തായാലും ബന്ദിപ്പാടം പൂത്ത് ഉലഞ്ഞ് നിൽക്കുകയാണ്. നല്ല അടിപൊളി ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഒത്തൊരുമയുണ്ട്. കുടുംബശ്രീയും അതുപോലെ തന്നെ തൊഴിലുറപ്പും കൂടെ ചേർന്നുള്ള ഒരു അടിപൊളി ഒരു ബന്ദിത്തോട്ടമാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുമോ. അതുപോലെ തന്നെ ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കാണാനുള്ള അവസരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചേട്ടാ ചേച്ചി, ഇവിടെ അടിപൊളി ഒരു ബന്ദിപ്പാടം വന്നല്ലേ? ഇതിപ്പോൾ എന്താ എൻ്റെ ഡീറ്റെയിലൊക്കെ ഒന്ന് പറ. ഇത് ഞങ്ങൾ കൃഷിഭവനും പഞ്ചായത്തും ബ്ലോക്കും എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾക്കൊരു പൂന്തോട്ടം മനോഹരമാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞങ്ങൾ 5 പേര് തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അവർ ബന്ദിത്തൈകൾ തന്നു. ഞങ്ങൾ നട്ടതാണത്. ഇതിനിപ്പോൾ എന്തോ ചെയ്യും? ഇതിന് ഞങ്ങൾ ഓർഡർ അനുസരിച്ച് ഇപ്പോൾ ഇഷ്ടംപോലെ ഓർഡർ വന്നിട്ടുണ്ട്. ഇന്ന് 5 കിലോ പൂവോളം രാവിലെ പോയി. പിന്നെ 3 കിലോ വഴിയെ പോകുന്നവരൊക്കെ 5 കിലോ 2 കിലോ ഓരോ കിലോ വെച്ചൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ 180 രൂപ 200 രൂപ വെച്ചൊക്കെ ഇന്ന് വിറ്റിട്ടുണ്ട് പൂക്കൾ. പിന്നെ ഇത് നമുക്ക് കൃഷിഭവനും പഞ്ചായത്തും ബ്ലോക്കും എല്ലാവരും കൂടെ ചേർന്നാണ് ഇത് നടത്തിയത്. ഇതിൻ്റെ ഉദ്ഘാടനത്തിന് അവരെല്ലാവരും വന്നിരുന്നു. പിന്നെ കൃഷിഭവൻ ഞങ്ങൾക്ക് നല്ല സഹായങ്ങളാണ് ചെയ്തു തന്നത്. തൊഴിലുറപ്പിൻ്റെ മേറ്റുമാർ 5 പേരൂടെ ചേർന്നാണ് ഇത് നടത്തിയത്. പിന്നെ ഞങ്ങൾക്കൊരു പുരുഷനുണ്ട്, ഷാജി. ഞങ്ങളുടെ എല്ലാ സഹായത്തിനും ഷാജിയണ്ണനാണ് ഇതിന് മുന്നിട്ട് നിന്നത്. ഈ കാണുന്ന പൂന്തോട്ടം ഇത്രയും മനോഹരമായി എടുക്കാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ ഷീല സാറ്, ശരത് സാറ്, ആരോമൽ സാറ് എല്ലാവരും ഞങ്ങളോട് ഒപ്പം ഉണ്ടായിരുന്നു. പ്രദേശം മൊത്തം മഴ പെയ്യുമ്പോൾ ഭയങ്കര വെള്ളക്കെട്ടാണ്. വെള്ളക്കെട്ട് വരുമ്പോൾ ഈ ചെടികളെല്ലാം ഒരുമാതിരി അഴുകിയും വാടിയൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ സാർ ഓരോ മരുന്നുകളൊക്കെ പറഞ്ഞു തന്നു. കൃഷിഭവൻ്റെ സാർ ഓരോ മരുന്നുകളൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചടിച്ചാണ് ഇതൊക്കെ ഇത്രയെങ്കിലും കിട്ടിയത്. കുറേ പോയി, പൂക്കൾ കുറേ പോയി, ഞങ്ങളുടെ അതിന് നഷ്ടമായി. നല്ല വെയിറ്റുള്ള പൂവാണ്. നല്ല വെയിറ്റുള്ള പൂവാ. 40 ഗ്രാം വെച്ചുകൊണ്ട് ഒരു പൂവ്. ഈ ഒരു പൂ 40 ഗ്രാമാണ്. അപ്പോൾ ഈ ഒരു കളർ മാത്രമേ കാണുന്നുള്ളൂ ഇവിടെ. നല്ല ചുമപ്പുണ്ട്. ചുമന്ന് പൂ കുറേ വലുതായിട്ട് പോയിട്ടുണ്ട്. വലിയ പൂക്കളെല്ലാം കുറേ പോയിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെ ചെറിയ പൂവല്ലേ? ചെറിയ പൂവാ. ഇനി വലുതാവണം. ഇതിന് വലിയ പൂക്കളെല്ലാം രാവിലെ പോയി. രണ്ടെണ്ണത്തിനും ഒരേ വില തന്നെയാണോ? ഒരേ വില തന്നെ. വിലയ്ക്ക് വ്യത്യാസമൊന്നുമില്ല? വിലയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. ഇത് എപ്പോഴൊക്കെ നിങ്ങൾ വിളവെടുക്കുന്നത്? വിളവെടുക്കുന്നത് രാവിലെയും വൈകിട്ടും. ഓരോരുത്തർ ഓർഡർ തരുന്നതിനനുസരിച്ച് ഞങ്ങൾ 5 പേരുണ്ട്. 5 പേരിൽ ആരെങ്കിലും ഒരാൾ വന്ന് എടുത്തു കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യും? മറ്റുള്ളവർ ഇന്നൊരാൾ കല്യാണത്തിന് പോയി, ഒരാൾ കൊച്ചിനെ നോക്കണ്ടെന്നുകൊണ്ട് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോയി. ഇതിപ്പോൾ എത്ര നാളത്തെ ഒരു കഷ്ടപ്പാടാണ് ഇത്രയും ചെയ്തത്? 3 മാസത്തെ കഷ്ടപ്പാട്. 3 മാസത്തെ കഷ്ടപ്പാടാണ് ഇതല്ലേ? എന്തായാലും നമ്മൾ ഈ കാണുന്ന ഈ ഒരു പൂന്തോട്ടം എന്ന് പറയുന്നത് 5 പേരുടെ കഷ്ടപ്പാടാണ്. അതിന് പിന്നിൽ ഇവരുടെ കൂടെ നിൽക്കുന്ന മേറ്റർമാർ, അതുപോലെ തന്നെ AOമാർ, കൃഷി ഓഫീസിൽ നിന്നുള്ള സപ്പോർട്ടുകൾ, ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നുള്ള സപ്പോർട്ടുകൾ എല്ലാം കൂടെ ചേർന്നാണ് ഈ ഒരു വലിയൊരു പൂന്തോട്ടം ഈ ഒരു ഓണക്കാലത്ത് നമുക്കിവിടെ കിട്ടിയത്. എന്തായാലും മനോഹരമായ ഈ ഒരു കാഴ്ച കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു യാത്ര ചെയ്യുന്നവർക്ക് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്. ഇപ്പം 2 കുടുംബശ്രീയിലെ ആൾക്കാരാണ്. ഒരു കുടുംബശ്രീയുടെ അവിടെ ഉണ്ട്, തൊട്ടിപ്പുറത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളും ഇവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം.